താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം. കാവിലെ പാട്ട് മത്സരത്തിനായി വേദി ഒരുക്കുകയാണ് നമ്മളെ KSRTC. കഴിവേറിപ്പോയ വനം മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ ആസ്ഥാന പാട്ടുകാരിയും ഒക്കെ വിഹരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു പൊൻ തൂവൽ കൂടി തുന്നിച്ചേർക്കാൻ നടത്തുന്ന ബസ് മന്ത്രിയുടെ ശ്രമം ശ്ലാഘനീയം തന്നെ. KSRTC നേതൃത്വം കൊടുക്കുന്ന ഗാനമേള ട്രൂപ്പിന് തുടക്കം കുറിക്കാൻ നീക്കം നടക്കുന്നു. ഇനി പൊളിക്ക് ഞങ്ങ. നമ്മുടെ ശശീന്ദ്രൻ്റെ ഒരു ഡിസ്കോ ഡാൻസും കൂടി ഉണ്ടാവും കേട്ടോ ഇടവേളകളിൽ. അതില്ലാതെ എന്തോന്ന് ഗാനമേള. ബിന്ദു മേഡവും ശശീന്ദ്രനും ഒരുമിച്ചുള്ള ആ ഒരു ഡിസ്കോ ഡാൻസ്. അല്ല ബസ് മന്ത്രി, ഈ വാഴ്ത്തിപ്പാട്ട് സംഘം രൂപീകരിക്കുമോ സബ്ബായിട്ട്? അല്ലെങ്കിലേ ഏമാൻ കോപിക്കൂട്ടോ. നിങ്ങൾ ഈ ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എനക്ക് അതിൻ്റെ ഗുണം എന്താന്ന് നമ്മളെ കാരണഭൂതം ചോദിച്ചാൽ എന്തു പറയും? ഗണേശേട്ടാ, നിങ്ങളോടാണ് ചോദ്യം. എന്തു പറയും? നോക്ക്, ആള് ദുർവാസാവാണ് കേട്ടോ, ഉഗ്രകോപി. ശാപം തൊടുത്ത് വിട്ടാൽ പിന്നെ നിങ്ങൾക്കെന്നല്ല ഒരാൾക്കും തടുക്കാൻ പറ്റൂല. വെറുതെ എന്തിനാ CPM ശാപം തലയിൽ വലിച്ചു കയറ്റുന്നത്? ഒരു സ്തുതിപ്പിൽ തന്നെ ആവട്ടെ ഉദ്ഘാടനം. മെഗാ തിരുവാതിരയ്ക്ക് പകരം മെഗാ ഗാനമേള. സെൻട്രൽ സ്റ്റേഡിയത്തിന് സ്ഥലം പോരാട്ടോ, കോഴിക്കോട് ബീച്ചാണ് നല്ലത്. ഒരു രഹസ്യം കൂടി പറയട്ടെ, ഒരു ബിസിനസ് സീക്രട്ടാ. അടുത്ത് തന്നെ 1-2 മൊബൈൽ ബീവറേജ് കൂടി തുറന്ന നല്ല ഇതായിരിക്കും. സംഗതി കത്തിക്കയറും. ഈ ഓണത്തിന് കിട്ടിയതിൻ്റെ തുടർച്ചയായി കോടികൾ വരുമാനം ഉണ്ടാകും സർക്കാരിന്. നമ്മളെ ധനമന്ത്രിയുടെയും മുക്കിൻ്റെയും അടക്കം പഞ്ഞം പറച്ചലിന് ഒരാശ്വാസമാകും. അയ്യോ മറന്നു, ബഹുമുഖ്യമന്ത്രി. മുകളിൽ മുക്കിൻ്റെ പേര് പറഞ്ഞെടുത്തൊക്കെ മുന്നിൽ ബഹു ചേർത്ത് കേൾക്കണം കേട്ടോ പ്രേക്ഷകരെ. അച്ചോ, അയ്യോ, നഗ്നനായ രാജാവ് ആനപ്പുറത്ത് പോണേ. ഉടുക്കാത്ത രാജാവ് നഗ്നനാണെന്ന് പറയാൻ പേടിച്ച് സ്തുതിപ്പ് പാട്ടുമായി കൂടെ കൂടിയവർക്കിടയിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ വിളിച്ചു പറയൽ. സത്യത്തിൽ രാജാവ് ഇത് കേട്ട് ഞെട്ടി. ബഹുമുഖ്യമന്ത്രി സത്യത്തിൽ അങ്ങ് കുറച്ച് നാളുകളായി നഗ്നനാണ്. തുണിയുണ്ട് എന്ന് അങ്ങയുടെ ഉപജാപക സംഘം അങ്ങേ ബോധിപ്പിക്കുകയായിരുന്നു. നിങ്ങളാണെങ്കിൽ ആലവട്ടവും വെഞ്ചാമരവും കണ്ടപ്പോൾ ശുഗശീതള ഛായയിൽ പിണുവാവോ മുഖ്യ പിണുവാവോ ഓലപ്പീലി ഡാഷും കൊണ്ട് പിണുവാവോ എന്ന പാട്ടിൽ അലിഞ്ഞ് ഉറങ്ങിപ്പോയത് കൊണ്ട് ഇവിടെ നടക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ പാവമുഖ്യൻ. അല്ലെങ്കിലും അങ്ങനെ വേണ്ടതൊന്നും അറിയില്ലല്ലോ. പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണടച്ചല്ലേ ഇപ്പോൾ ഭരണം നടത്തുന്നത്. അതാണ് ആശാൻ പല കാര്യത്തിലും ഇപ്പോൾ മൗനമായി ഇരിക്കുന്നത് എന്ന്. സതീശേട്ടാ, നിങ്ങൾ ഇത്രയും നാൾ അദ്ദേഹത്തെ അറിയാതെ പോയിട്ടോ. പോട്ടെ, ഒരു ബഹു ചേർത്ത് 2 പറഞ്ഞ മൂപ്പർക്ക് സന്തോഷാവും. CPM നേതാക്കളൊക്കെ ഇപ്പോൾ KPCC അല്ല കേട്ടോ, KPSC, അതായത് കേരള പീപ്പിൾ ആർട്സ് ക്ലബ്ബ്, അതിൻ്റെ മുന്നിൽ ക്യൂ ആണെന്നാണ് കേൾക്കുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റ് ഗാനങ്ങളുടെ CD-ക്കായി ഗൂഗിളിൽ തപ്പി നേരം കളയാൻ ഒന്നും മന്ത്രി അപ്പൂപ്പനെ പോലെയുള്ളവർക്ക് സമയമില്ല. സത്യത്തിൽ മന്ത്രി അപ്പൂപ്പനൊക്കെ ഇനിയും അബദ്ധത്തിൽ ചെന്ന് ചാടണ്ട എന്ന് കരുതിയായിരിക്കും. ക്യൂ നടക്കട്ടെ. ചിലരൊക്കെ ഇപ്പോൾ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഒരു അഡ്മിഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് കേൾക്കുന്നത്. ഗാനഭൂഷണം കൊണ്ടേ ഗ്രൂപ്പിൽ ചേരാൻ പറ്റൂത്രേ. നമ്മുടെ റീൽ കുമാരന് ഒരു ശങ്കയില്ല കേട്ടോ. ആള് സംവിധാന പ്രതിഭ കൂടിയാണല്ലോ, റോഡ് റീൽ സംവിധായകൻ. ഇത് പ്രഖ്യാപിച്ച മന്ത്രി നല്ല നടനായതുകൊണ്ട് മുന്നിലെ കസേര അദ്ദേഹത്തിന് ഉറപ്പിക്കാം.
മുഖ്യനെ ഇതിൻ്റെ പരിസരത്ത് അടുപ്പിക്കില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം മൈക്ക് അലർജി. ഈ മുഖ്യൻ ഇങ്ങോട്ട് വന്നാൽ ഗ്രൂപ്പിൻ്റെ ഭാവിയെ തകർക്കും എന്നവർക്ക് ഉറപ്പാണ്. ഓ, പറയാൻ മറന്നു കേട്ടോ, നമ്മുടെ താരം വീണാ മാഡം. ഞാനൊന്നും പറയുന്നില്ലേ, നടക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണം. ഇനിയും വിരുദ്ധന്മാർ വിരുദികളും ഉണ്ട് കാവിലെ പാട്ടുത്സവം കെങ്കേമമാക്കാൻ. ഇതിനിടയിൽ ജീവനക്കാരായ പാട്ടുകാരെ എന്ത് ചെയ്യും ആവോ? റൂട്ടിൽ കളക്ഷൻ കുറഞ്ഞാൽ അത് പാട്ടുപാടി പിരിച്ചോണമെന്ന സർക്കുലറും ഉടൻ പിന്നാലെ വരുന്നാ കേൾക്കുന്നത്. അല്ലെങ്കിൽ പഴയ പോലെ ചിരട്ടയുമായി തെരുവിലിറങ്ങേണ്ടി വരൂത്രേ. ഇനി കുഴപ്പമില്ല, മന്ത്രിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് വയറ്റത്തടിച്ച് പാടി പിരിക്കാനും ഇറങ്ങാം. അങ്ങനെയെങ്കിലും KSRTC രക്ഷപ്പെടുന്നെങ്കിൽ ഇനി അങ്ങോട്ട് രക്ഷപ്പെടട്ടെ. ഇപ്പം താൽക്കാലികമായിട്ട് ഒന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്നതുകൊണ്ട് വലിയ അഹങ്കാരമൊന്നും വേണ്ട. കാത്തിരുന്ന് കാണാം. നമുക്ക് കാവിൽ പാട്ട് മത്സരത്തിന് കാണാം. എന്താ, ബ്ലിങ്ക് തുടരും കേട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.